ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ RRB ALP എക്സാമാണ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 25th സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം കൂടിയേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് തന്നു അല്ലേ. നമ്മൾ കുറേ ടോപ്പിക് ഡിസ്കഷൻ ചെയ്തു, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിനി ഇത്രയും ദിവസം നമ്മൾ ചെയ്തത് കോമൺ ആയിട്ട് RRB എല്ലാ എക്സാംസിനും കൂടെ ഉള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ എക്സാമിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് ALP എക്സാം, ലോക്കോ പൈലറ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള ഒരു 3-4 ദിവസം ALPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ജനറൽ അവയർനെസിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സെറ്റ് ആയിട്ട്, മാത്സിന്റെ കംപ്ലീറ്റ് സെറ്റ്, അതുപോലെ റീസണിങ്ങിന്റെ കംപ്ലീറ്റ് സെറ്റ്, ഇങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2-3 പാർട്ടായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. കാരണം നമുക്ക് ഒരു പാർട്ടിൽ എല്ലാ ഷിഫ്റ്റിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. എല്ലാ ഷിഫ്റ്റും എല്ലാ ദിവസവും ചോദിച്ച ക്വസ്റ്റ്യൻസ് പറ്റില്ല. അപ്പം നമ്മൾ ഓരോ ദിവസത്തെയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്, ഒരു ദിവസത്തെ എല്ലാ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ പറയാം, വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. കാരണം നമ്മൾ 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഓരോ വീഡിയോയിലും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ജനറൽ അവയർനെസ്സിലെ ആദ്യത്തെ 100 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയ ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ തരാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. In India, the frequency of AC mains is alternate current ന്റെ frequency, ഇന്ത്യയിൽ അതിന്റെ frequency എത്രയാണ്? 50 CS ആണ് അല്ലെ. 50 CS ആണ് എന്ത് വരുന്നത്? AC കറണ്ടിന്റെ frequency. During whose reign was the capital of India transferred from Kolkata to Delhi? ഇന്ത്യയുടെ ക്യാപിറ്റല് കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ലോർഡ് ഹാർഡിങ്ങിന്റെ കാലഘട്ടത്തിലായിരുന്നു കൊൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് ഇന്ത്യൻ ക്യാപിറ്റൽ മാറിയത്. Which among the following is an example of chemical reaction? Chemical reaction ഒരു example, burning of magnesium. Burning of magnesium എന്താണ്? Chemical reactionന്റെ example ആണ്. Who amongst the following is known as the father of the Russian Revolution? റഷ്യൻ റവല്യൂഷന്റെ പിതാവ്, റഷ്യൻ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലെനിൻ ആണ്. ഓക്കെ, ഇൻ വിച്ച് സെഷൻ ഡിഡ് കോൺഗ്രസ് ഡിക്ലെയർ പൂർണ്ണ സ്വരാജ് ആസ് ഇറ്റ്സ് ഗോൾ? കോൺഗ്രസിന്റെ ഏത് സെഷനിൽ വെച്ചിട്ടാണ് അവരുടെ എയിം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നത്? പൂർണ്ണ സ്വരാജ് ആണെന്ന് പറയുന്നത് ലാഹോർ സെഷനിലാണ്. 1929 നടന്ന ലാഹോർ സെഷനിലാണ് കോൺഗ്രസ് എന്ത് പറയുന്നത്? പൂർണ്ണ സ്വരാജ് ആണ് അവരുടെ എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, മഹാത്മാഗാന്ധി ബിഗാൻ ഹിസ് ദണ്ഡി മാർച്ച് ഇൻ. മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് തുടങ്ങിയത്, സോൾട്ട് സത്യാഗ്രഹ, അതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ദണ്ഡി മാർച്ച് ചെയ്യുന്നത്. അത് തുടങ്ങിയത് എപ്പോഴാണ്? 1930 മാർച്ചിലാണ് ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഫ്യൂസ് വയർ ഈസ് മെയ്ഡ് ഓഫ്. ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത് 63% ടിന്നും 37% ലെഡും ആണ്. ഓക്കെ, 63-37 ആലോചിക്കണം. 63 36 പ്ലസ് 1. ഓക്കെ, അപ്പോൾ 63% ടിന്നും 37% ലെഡും ആണ് ഫ്യൂസ് വയർ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വിച്ച് സയന്റിസ്റ്റ് ഡിസ്കവേർഡ് DDT? DDT കണ്ടുപിടിച്ചത് ആരാണ്? DDT എന്താണ്? ഒരു ഇൻസെക്ടിസൈഡ് ആണ്. ഇൻസെക്ട്സിനെ കൊല്ലാനായിട്ടുള്ളൊരു മരുന്നാണ് അല്ലെ. ആരാ കണ്ടുപിടിച്ചത്? പാൽ മുള്ളർ. ഡോക്ടർ പാൽ മുള്ളർ ആണ് DDT കണ്ടുപിടിച്ചത്. What is the use of barometer? ബാരോമീറ്റർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? എയർ പ്രഷർ മെഷർ ചെയ്യാനായിട്ടാണ് ബാരോമീറ്റർ യൂസ് ചെയ്യുന്നത്. 100 ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്തിലേക്ക് പോവണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്? അധികം എക്സ്പ്ലനേഷൻസ് ക്വസ്റ്റ്യൻസിന് തരുന്നില്ല. ആൻസർ പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഇതിന്റെ എല്ലാം എക്സ്പ്ലനേഷൻസ് നമ്മുടെ ഫുൾ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, ടോപ്പിക് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ നിൽക്കാത്തത്. ഓക്കെ,
The period of Harappa civilization was Harappa civilization നടന്നത് എപ്പോഴാണ് 2500 മുതൽ 1750 BC വരെയായിരുന്നു ഹാരപ്പൻ civilization ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ 10 questions നോക്കി അടുത്തതിലേക്ക് പോവുകയാണ്. The famous slogan no taxation without representation has been taken from. representation ഇല്ലാണ്ട് ടാക്സ് തരില്ല അല്ലെങ്കിൽ ടാക്സേഷൻ ഇല്ല എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കക്കാർ ഇൻഡിപെൻഡൻസിനായിട്ട് നടത്തിയ യുദ്ധത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന സ്ലോഗൻ ആണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഓക്കെ, In India, the 5-yearly plans begin in context of which of the following situations? 5-yearly plans നടന്നത് എന്തിന്റെ സിറ്റുവേഷൻ? സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ ഭാഗമായിട്ടാണ് എന്ത് തുടങ്ങിയത്? 5-year plan തുടങ്ങിയത്. ഓക്കെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഈസ് എ കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് തുടങ്ങുന്നത്. ഓക്കെ, ദ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ചാർജിങ് ഓഫ് ബോഡീസ്, ചാർജിങ്, ഒരു ബോഡി ചാർജിങ്, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്താണ്? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അല്ലെ. ഇപ്പം ഏതൊരു എലമെന്റ് ആണെങ്കിലും അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുമ്പോഴാണ് ബോഡിയിൽ എന്തുണ്ടാവുന്നത്? ചാർജ് ഉണ്ടാവുന്നത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിലും ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ നടക്കുമ്പോഴാണ് അവിടെ വരുന്നത്. Who was the first and the last Indian Governor General? ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആരായിരുന്നു? സി രാജഗോപാലാചാരി. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു? സി രാജഗോപാലാചാരി. ഓക്കെ, ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, who amongst the following did not work vice president before becoming the president? പ്രസിഡന്റ് ആവുന്നതിന് മുൻപ് വൈസ് പ്രസിഡന്റ് ആയി വർക്ക് ചെയ്യാത്ത ആൾ ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡി. നീലം സഞ്ജീവ് റെഡ്ഡി ഡയറക്റ്റ് പ്രസിഡന്റ് ആയിട്ടാണ് വരുന്നത്, വൈസ് പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടില്ല. In which year was പഞ്ചശീൽ adopted? പഞ്ചശീൽ നിലവിൽ വന്നത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തത് എപ്പോഴാണ്? 1954 AD പഞ്ചശീൽ നിലവിൽ വന്നത്. After how many years does Halley comet become visible? നമ്മൾ ഇത് യൂണിവേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹെയ്ലി കോമറ്റ് കാണാൻ പറ്റുന്നത് 76 വർഷങ്ങൾ കഴിയുമ്പോഴാണ്. ഓരോ 76 വർഷങ്ങൾ കഴിയുമ്പോഴുമാണ് എന്ത് കാണാൻ പറ്റുന്നത്? ഹെയ്ലി കോമറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതിന്റെ ലാസ്റ്റ് കണ്ടത് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Who is the author of പഞ്ചതന്ത്രം എഴുതിയത് ആരാണ്? വിഷ്ണു ശർമ്മ. പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മയാണ്. Who founded the രാമകൃഷ്ണ മിഷൻ? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദ. ഓക്കെ, സ്വാമി വിവേകാനന്ദ സ്ഥാപിച്ചതാണ് രാമകൃഷ്ണ മിഷൻ. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓഫ് വിച്ച് സ്റ്റേറ്റ് ഈസ് കഥകളി ദ ഡാൻസ്? ഇത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ആർട്ട് ഫോം ആണ് കഥകളി. ഡാൻസ് എന്നല്ല, ആക്ച്വലി ആർട്ട് ഫോം എന്നാണ് നമ്മൾ പറയുക. കഥകളി ഒരു നൃത്തരൂപമല്ല, ഒരു കലാരൂപമാണ് അല്ലെ. A person is standing on a weighing machine in a moving lift. ഒരു മൂവിംഗ് ലിഫ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു വെയിങ് മെഷീൻ വെച്ചിട്ട് ഒരാൾ അതിന്റെ മേലെ നിൽക്കുകയാണ്. The weighing machine will show the least reading when, ആ വെയിങ് മെഷീനിൽ ഏറ്റവും ലോവസ്റ്റ് റീഡിംഗ് കാണിക്കുന്നത് എപ്പോഴായിരിക്കും? ലിഫ്റ്റ് താഴോട്ട് വരുമ്പോൾ. ലിഫ്റ്റ് താഴോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു ലിഫ്റ്റിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അത് താഴേക്ക്, നമുക്ക് മേലേക്ക് പോകുമ്പോൾ അങ്ങനെ തോന്നില്ല, പക്ഷെ താഴേക്ക് വരുമ്പോൾ നമ്മളൊരു ഫ്രീ ആയിട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? ആ സമയത്ത് നമ്മുടെ വെയിറ്റ് എന്തായിരിക്കും കാണിക്കുക? ഏറ്റവും കുറഞ്ഞ റീഡിംഗ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, കാരണം ഗ്രാവിറ്റിയാണ് അവിടെ നമ്മളെ താഴേക്ക് കൊണ്ടുവരുന്നത്. In which state of India is gold found in abundance? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയിലാണ്. ഓക്കെ, സ്വർണത്തിന്റെ ഏറ്റവും കൂടുതൽ KGF അല്ലെ. On whose advice does the President of India use his power and authority? ഓക്കെ, ആരുടെ ഉപദേശപ്രകാരമാണ് ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പവറും അതോറിറ്റിയും എല്ലാം യൂസ് ചെയ്യുക? അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു കാര്യം, ഒരു നിയമം പാസ്സാക്കുക അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രസിഡന്റ് പാസ്സാക്കുന്ന നിയമം അല്ലെങ്കിൽ ബില്ലുകൾ പ്രസിഡന്റ് സ്വന്തമായിട്ട് അഭിപ്രായം തേടി അല്ലെങ്കിൽ അഭിപ്രായം പങ്കുവെച്ച് പ്രസിഡന്റ് സ്വന്തമായിട്ട് മുന്നിലേക്ക് അപ്രൂവലിന് കൊടുക്കുന്ന ബില്ലുകളല്ല. പാർലമെന്റിൽ അവതരിപ്പിച്ച പാർലമെന്റ് അപ്രൂവ് ചെയ്ത ബില്ലുകൾ
ബില്ലുകളാണ് പ്രസിഡന്റിന്റെ കയ്യിലേക്ക് എത്തുന്നത്. ആ ബില്ലുകളിന്മേൽ അല്ലെങ്കിൽ ആ തീരുമാനങ്ങളിൽ മേലാണ് ആര് പവർ യൂസ് ചെയ്യുന്നത്? പ്രസിഡന്റ് പവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്യാബിനറ്റ് ആണ് അതിന് പാർലമെന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ക്യാബിനറ്റിന്റെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ അഭിപ്രായ പ്രകാരമാണ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പവറും അതോറിറ്റിയും എല്ലാം യൂസ് ചെയ്യുന്നത്. When was the first no smoking day celebrated? ആദ്യമായിട്ട് നോ സ്മോക്കിംഗ് ഡേ, പുകവലി നിരോധന ദിനം എന്ന് ആചരിച്ചത് എപ്പോഴായിരുന്നു? 1988 ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് പുകയില വിരുദ്ധ ദിനം ആചരിച്ചത് 1988 ഏപ്രിൽ 7-ാം തീയതിയാണ്. ഓക്കെ, അടുത്തത് which vitamin helps in the clotting of blood? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ കെ ആണ്. ഓക്കെ, ആക്ച്വലി ആൻ ഓർഡിനറി മെഷീൻസ് എഫിഷ്യൻസി ഈസ്, ഒരു സാധാരണ മെഷീന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ 10% ആയിരിക്കും. ഓക്കെ, ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ടു ഗോ ഇൻ സ്പേസ്? ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ വനിത ആരാണ്? വാലന്റീന തെരസ്കോവയാണ് അല്ലെ. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ വനിത ആരാണ്? വാലന്റീന തെരസ്കോവ. How many 100-watt bulbs on the supply of 200 volts can be safely used with 5 ampere fuse? ഇതൊരു പ്രോബ്ലം ആണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് 11 എന്ന ആൻസർ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. Which amongst the following is responsible for the green color of plants? പ്ലാന്റ്സിൽ, ചെടികളിൽ പച്ചക്കളർ, അതിന്റെ ഇലകൾക്കാണെങ്കിലും എല്ലാം പച്ചക്കളർ കൊടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പിഗ്മെന്റ് ക്ലോറോഫിൽ ആണ്. ഓക്കെ, ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ളത് കാരണമാണ് ഇലകൾക്കും പൂക്കൾക്കും എല്ലാം പച്ച നിറത്തിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ ആണ്. ഓക്കെ, അടുത്തത് which state in India has the least population? ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷൻ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിം ആണ്. സിക്കിമിലാണ് ഏറ്റവും കുറവ് ആൾക്കാർ താമസിക്കുന്നത്. In an oil lamp there is a hole in the chimney because, അതായത് ഒരു ഓയിൽ, നമ്മളിപ്പം ഒരു വിളക്ക്, എണ്ണയുള്ള വിളക്ക് എടുത്താൽ അതിന്റെ പുക പോകുന്നിടത്ത് ഒരു ഹോൾ ഉണ്ടാവും അല്ലേ. കാരണം എന്താണ്? അവിടെ ഓക്സിജൻ ചിലപ്പോൾ ആ ഒരു വിളക്ക് കത്തിക്കാനായിട്ട് ചില സമയങ്ങളിൽ ഓക്സിജൻ ആവശ്യമായിട്ട് വരും. അതിനായിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു ഹോൾ കൊടുത്തിരിക്കുന്നത്. Amongst the following industries, which one is the most developed one in the public sector? പബ്ലിക് സെക്ടറിൽ, അതായത് ഗവൺമെന്റിന്റെ രീതിയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഏതാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് പബ്ലിക് സെക്ടറിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ളത്. Where is the International Court of Justice located? International Court of Justice എവിടെയാണ്? ദ ഹേഗിലാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉള്ളത്. Who made a hat-trick in the Reliance World Cup cricket? അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു ഇത്. അപ്പൊ റിലയൻസ് വേൾഡ് കപ്പ് ക്രിക്കറ്റില് ഹാട്രിക് കിട്ടിയത് ആർക്കാണ്? ചേതൻ ശർമ്മയ്ക്കാണ് ഹാട്രിക് കിട്ടിയത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, 2 parallel wires carrying electric current in the same direction will attract each other because, അതായത് 2 പാരലൽ ആയിട്ടുള്ള ഇലക്ട്രിക് വയേഴ്സ്, അത് രണ്ടിലും കറണ്ട് പോകുന്നുണ്ട്, ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ എന്തുണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും. അതിന്റെ കാരണം എന്താണ്? അവർ തമ്മിൽ എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, Where was India's first oil refinery started? ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ റിഫൈനറി എവിടെയാണ് തുടങ്ങിയത്? ആസാമിലാണ് തുടങ്ങിയത്. നമ്മൾ സ്റ്റാറ്റിക് ജികെയിൽ സ്റ്റേറ്റ്സ് പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Who among the following was never associated with the Congress party in his political career? തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത ഒരാൾ ആരായിരുന്നു? AB വാജ്പേയി. ഓക്കെ, അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ സ്പ്ലിറ്റ് ആയിട്ടൊക്കെയാണ് ഇപ്പോൾ കാണുന്ന ബാക്കി എല്ലാ പാർട്ടികളും ഉണ്ടായത്. അപ്പൊ അതിലൊന്നും തന്നെ അസോസിയേറ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു AB വാജ്പേയി. Which color of the light has maximum wavelength? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ഏത് കളറിനാണ്? റെഡിനാണ്, ചുവന്ന നിറത്തിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. On which river is Hirakud Dam located? ഹിരാക്കുഡ് ഡാം ഉള്ളത് ഏത് നദിയിലാണ്? മഹാനദിയിലാണ് ഹിരാക്കുഡ് ഡാം ഉള്ളത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, which mineral is found in greatest quantity in India amongst the following? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽ ഏതാണ്?
തോറിയമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, ഹു ഗോട്ട് ദ ഫസ്റ്റ് ഭാരത് രത്ന ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാരത് രത്ന കിട്ടിയത് ആർക്കാണ്? സി രാജഗോപാലാചാരി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആയിരുന്നു സി രാജഗോപാലാചാരി. അദ്ദേഹത്തിന് തന്നെയാണ് ആദ്യത്തെ ഭാരത് രത്ന അവാർഡും കിട്ടിയത്. The color of rainbow divides into 7 colors due to. റെയിൻബോ 7 നിറങ്ങളാവാനുള്ള കാരണം എന്താണ്? ഡിസ്പേർഷൻ കാരണമാണ് മഴവില്ലിന് 7 നിറങ്ങൾ വരുന്നത്. ഡിസ്പേർഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? മഴവില്ലിന് 7 നിറങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത്, by which of the processes are metals of high reactivity extracted from purified molten ore? അതായത് ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽസിനെ മോൾട്ടൺ ഓറിൽ നിന്ന് നമ്മൾ ഉരുക്കിയിട്ട് അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് മെറ്റൽസിനെ പുറത്തേക്ക് എടുക്കുന്നത് ഏത് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ്? ഇലക്ട്രോലിസിസ് യൂസ് ചെയ്തിട്ടാണ് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. Okay, an increase in price of which of these products will have a ripple effect in increasing the prices of many products, thereby resulting in inflation. ഇൻഫ്ലേഷനിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സാധനങ്ങളുടെ പ്രൈസ് ഒക്കെ കൂട്ടാൻ ചാൻസ് ഉള്ള ഒരു കമോഡിറ്റി ഉണ്ട്, പെട്രോളിയം. പെട്രോളിന് വില കൂടിയാൽ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നത് നമ്മുടെ സാമ്പത്തിക എന്താ പറയാ ശക്തികളെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പെട്രോളിയം എന്ന് പറയുന്നത്. പെട്രോളിന്റെ വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച്, പെട്രോൾ എന്നല്ല പെട്രോളിയം പ്രോഡക്ട്സിന്റെ വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ചാണ് ലോകത്തിലെ എല്ലാ പ്രോഡക്ട്സും വില കൂടുന്നതും കുറയുന്നതും. ഓക്കെ, അടുത്തത്, which of the following is the last element in Newland's law of octaves classification? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് പ്രകാരം ഏറ്റവും ലാസ്റ്റ് കാണപ്പെടുന്ന എലമെന്റ് ഏതാണ്? തോറിയമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറലും തോറിയം തന്നെയാണ്. When a number of resistors are connected in series in a circuit, the value of current ഒരു സർക്യൂട്ടിനകത്ത് റെസിസ്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. റെസിസ്റ്റേഴ്സിനെ എല്ലാം നമ്മൾ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, നെയിം ദ മെറ്റൽ ദാറ്റ് ക്യാൻ ബി ഈസിലി കട്ട് വിത്ത് എ നൈഫ്. ഒരു കത്തി വെച്ച് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ ഏതാണ്? സോഡിയം ആണ്. ഓക്കെ, സോഡിയത്തിനെ നമുക്കൊരു കത്തി വെച്ച് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. Which gas is released when water is added to bleaching powder? ബ്ലീച്ചിങ് പൗഡറിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്കൊരു സ്മെല്ല് വരാറുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാസ് നമ്മുടെ തൊണ്ടയിലേക്ക് കയറിയ പോലെ തോന്നും അല്ലേ? നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ യൂസ് ചെയ്ത് കഴുകുന്ന സമയത്ത് അത് ഏത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ആവുന്നത്? ക്ലോറിൻ ആണ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, ഒരു ക്ലോറിൻ ചൊവ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ വെള്ളത്തിന്? ബ്ലീച്ചിങ് പൗഡർ ഇട്ട വെള്ളത്തിനാണ് അങ്ങനെ ഒരു ക്ലോറിൻ ചൊവ വരുന്നത്. Who is the author of the speculative fiction book Half of What I Say? Half of What I Say എന്ന ബുക്ക് എഴുതിയത് ആരാണ്? അനിൽ മേനോൻ ആണ് എഴുതിയത്. Half of What I Say. അപ്പൊ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇത്രയും നേരം പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത സെറ്റിലേക്ക് പോവുകയാണ്. The SI unit of resistance is, റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഓക്കെ, the reflector of a searchlight is, ഒരു സെർച്ച് ലൈറ്റിന്റെ റിഫ്ലക്ടർ എന്താണ്? കോൺകേവ് മിറർ ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സെർച്ച് ലൈറ്റിന്റെ റിഫ്ലക്ടർ ആയിട്ട് എന്ത് മിറർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? കോൺകേവ് മിറർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Plants that do not have a differentiated plant body belong to the group. അതായത് ഒരു സ്പെസിഫൈഡ് ആയിട്ട് ഒരു പ്ലാന്റ് ബോഡിയിലേക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അത് പ്ലാന്റ്സ് തന്നെയാണ്. അങ്ങനെയുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഏത് ഗ്രൂപ്പിലാണ്? താലോഫൈറ്റ ഗ്രൂപ്പിലാണ് അങ്ങനത്തെ ഓർഗാനിസംസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Okay, nodes of Ranvier are microscopic gaps found within myelinated axons. Okay, then Pirpanjal railway tunnel is located in. Pirpanjal railway tunnel എവിടെയാണുള്ളത്? ജമ്മു കാശ്മീരിലാണ് പിർപ്പഞ്ചൽ റെയിൽവേ ടണൽ ഉള്ളത്. പിർപ്പഞ്ചൽ റെയിൽവേ ടണൽ ഉള്ളത് ജമ്മു കാശ്മീരിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, the number of neutrons in an atom is equal to the, ഒരു ആറ്റത്തിലുള്ള ന്യൂട്രോൺസിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്.
Okay, mass number minus atomic number ആണ് number of neutrons. A sexual reproduction differs from sexual reproduction in that in asexual reproduction the offspring shows variations. Asexual reproduction sexual reproduction variations ഉണ്ട് അല്ല ഡിഫറെന്റ് ആണ് അല്ലെ. അതിന്റെ ഒരു റീസൺ asexual reproduction കാരണം ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും. സെയിം പോലെ ആയിരിക്കില്ല, വേരിയന്റ് ആയിട്ടായിരിക്കും അവർ വരുന്നത്. How many atoms are present in a NH4 അതാ ഇങ്ങനെയാണ് NH4 2SO4 മോളിക്യൂൾ. എത്ര ആറ്റംസ് ആണുള്ളത്? 1, ഇവിടെ 4 into ഇവിടെ 2 എണ്ണമാണ് അല്ലെ, 2 4 into 2 8, അപ്പൊ 8 plus 2 10 11 plus 4 15. 15 ആറ്റംസ് ആണ് ഈ മോളിക്യൂളിനകത്ത് ഉള്ളത്. By which legislation were India and Pakistan divided into two independent nations? ഏത് ആക്ട് അല്ലെങ്കിൽ ഏത് ലെജിസ്ലേഷൻ പ്രകാരമാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറിയത്. Momentum is measured as the product of momentum എന്ന് പറയുന്നത് mass into velocity ആണ് momentum. Okay. അടുത്തത്, in Mendeleev's periodic table the properties of the elements are considered a periodic function of the atomic mass. ഓരോ എലമെന്റിന്റെയും പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? അവരുടെ അറ്റോമിക് മാസിന്റെ അറ്റോമിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെയും പറയുന്നത്. Which of the following acids is present in red ants? ചുവന്ന ഉറുമ്പുകളിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ് ആണ് കാണപ്പെടുന്നത്. Silver is a good conductor of electricity. Silver ഇലക്ട്രിസിറ്റിയുടെ നല്ലൊരു കണ്ടക്ടർ ആണ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു പോകും സിൽവറിലൂടെ. Which of the following is a mammal with wings to flight? പറക്കാൻ ചിറകുകളുള്ള മാമൽ, മുലയൂട്ടുന്ന വിഭാഗം ഏതാണ്? ബാറ്റ്. വവ്വാലുകൾ മാമൽസ് ആണ്, അവർക്ക് പക്ഷെ എന്തും പറ്റും, പറക്കാനും പറ്റും. Which of the following pulses is a kharif crop? Kharif ക്രോപ്പിന് എക്സാമ്പിൾ ആണ് മങ്ക്. മങ്ക് kharif ക്രോപ്പിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അത്ര 65 ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഓഡിബിൾ സൗണ്ട്? 25,000 ഹെർട്സ് നമുക്ക് ഒരിക്കലും നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെവിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സൗണ്ട് അല്ല 25,000 ഹെർട്സ് എന്ന് പറയുന്നത്. To stabilize the voltage of electricity supplied from the powerhouse, the instrument used is. പവർ ഹൗസിൽ നിന്നും സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ വോൾട്ടേജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ട്രാൻസ്ഫോമർ അല്ലെ. നമ്മൾ പവർ ഹൗസ്, വലിയ വലിയ പവർ ഹൗസുകളിൽ നിന്നും വരുന്ന ഇലക്ട്രിസിറ്റിനെ അതുപോലെ നമ്മുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും ഒക്കെ കയറ്റുകയാണോ ചെയ്യുന്നത്? അല്ല, ട്രാൻസ്ഫോമറിൽ നിന്നാണ് നമ്മൾ അതിനെ പല വഴിക്കും പല രീതിയിലും സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. When a beam of light passes through a prism, the color that undergoes the least deviation is red. അതായത് ഒരു പ്രിസത്തിൽ കൂടെ നമ്മൾ ഒരു ബീം ഓഫ് ലൈറ്റ്, ഒരു ലൈറ്റിനെ പാസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഡീവിയേഷൻ നടക്കുന്നത് റെഡ് കളറിനാണ്. Okay. In which of the following states the Aptamese tribes live? Aptamese tribes ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ ഒരു ട്രൈബൽ ഗോത്ര വിഭാഗമാണ് Aptamese. Okay. The position of India in the world in respect to the territorial area. Territorial area പ്രകാരം ലോകത്തിൽ 7ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ടെറിട്ടോറിയൽ ഏരിയ വെച്ച് നോക്കിയാൽ ലോകത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. Where is Satpura ranges located? സത്പുര നിരകൾ, മലനിരകൾ അല്ലെങ്കിൽ സത്പുര നിരകൾ എവിടെയാണ്? മധ്യപ്രദേശിലാണ് കാണപ്പെടുന്നത്. Which of the following is a water soluble vitamin? വാട്ടർ soluble vitamin ഏതാണ്? വൈറ്റമിൻ ബി എന്താണ്? വെള്ളത്തിൽ അലിഞ്ഞ് പോകുന്നതാണ്. The International Institute of Measurement is located in. International Institute of Measurement ഉള്ളത് പാരീസിലാണ്. ഓക്കെ, ഇനി കെമിക്കൽ ചേഞ്ചിന് ഒരു എക്സാമ്പിൾ ബേണിംഗ് ഓഫ് കോൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം ഈസ് ഓൾസോ എ കെമിക്കൽ ചേഞ്ച്. ഹിയർ ബേണിംഗ് ഓഫ് കോൾ ഈസ് ഓൾസോ എ കെമിക്കൽ ചേഞ്ച്. The value of G will be maximum at ഗ്രാവിറ്റേഷന്റെ വാല്യൂ അല്ലെങ്കിൽ ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ അന്റാർട്ടിക്കയിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ജിയുടെ വാല്യൂ മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്നത് അന്റാർട്ടിക്കയിലാണ്. ഓക്കെ, അടുത്തത്,
Which of the following is transmitted from one place to the other in form of waves? അതായത് വേവിന്റെ രൂപത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് എന്താണ്? എനർജിയാണ് അങ്ങനെ പോകുന്നത്. വേവ് രൂപത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് എനർജിയാണ്. The food is cooked faster in pressure cooker because നമുക്ക് ഭക്ഷണം പ്രഷർ കുക്കറിൽ പെട്ടെന്ന് നമ്മൾ നോർമലി ഒരു ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കുന്നതിന് സ്പീഡായിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് ചെയ്യാൻ പറ്റും അല്ലേ? അതിന് കാരണം എന്താണ്? കുക്കറിനകത്ത് പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ആർട്ടിക്കിൾ 370 എന്താണ്? ജമ്മു കാശ്മീരിന്റെ കാര്യങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 370. പ്രാർത്ഥനാ സമാജ് സ്ഥാപിച്ചത് ആരായിരുന്നു? ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത്. സോൾഡർ എന്ന് പറഞ്ഞാല് ലെഡിന്റെയും ടിന്നിന്റെയും അലോയ് ആണ് സോൾഡർ. ലെഡിന്റെയും ടിന്നിന്റെയും അലോയ് ആണ് സോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് വാഷിംഗ് സോഡ? വാഷിംഗ് സോഡയുടെ കെമിക്കൽ നെയിം സോഡിയം കാർബണേറ്റ് എന്നാണ്. വാട്ടർ ആൻഡ് ആൽക്കഹോൾ ആർ ഫുള്ളി സോൾവബിൾ. വെള്ളവും ആൽക്കഹോളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. Which fertilizer is prepared by treating ammonia gas with dilute sulfuric acid? അമോണിയ ഗ്യാസിനെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് ആ രീതിയിൽ ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസർ ആണ് അമോണിയം സൾഫേറ്റ്. ഓക്കെ, അമോണിയം സൾഫേറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്ന ഫെർട്ടിലൈസർ. The velocity of particle is said to be uniform. ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി യൂണിഫോം ആണ് എന്ന് നമ്മൾ പറയുന്നത് the magnitude and direction of the velocity are constant. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റന്റ് ആവുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി യൂണിഫോം ആണ് എന്ന് പറയുന്നത്. The process of making oxides is, ഓക്സൈഡ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഓക്സിഡേഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഏതാണ്? ഡയമണ്ട് ആണ്. ഓക്കെ, DDT നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാൽ മുള്ളർ കണ്ടുപിടിച്ച DDT എന്തായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്? ഇൻസെക്ടിസൈഡ് ആയിട്ടാണ് യൂസ് ചെയ്യണത്. സോഡ വാട്ടർ എന്താണ്? ഒരു സൊല്യൂഷൻ ആണ് അല്ലെ, മിക്സ്ചർ അല്ല, സൊല്യൂഷൻ ആണ് സോഡ വാട്ടർ. മഹാവീർ ഗോട്ട് കൈവല്യ ഇൻ, മഹാവീറിന് കൈവല്യ കിട്ടിയത് എന്നായിരുന്നു? 498 BC യിലാണ് മഹാവീർ ഗോട്ട് കൈവല്യ. What is the major component of bones and teeth? എല്ലിന്റെയും പല്ലിന്റെയും ഏറ്റവും മേജർ കോമ്പണന്റ് ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും മേജർ കോമ്പണന്റ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലും പല്ലും ഒക്കെ പൊളിഞ്ഞു പോകും. ഓക്കെ, when vapor is passed on red hot coke we get, അതായത് ഒരു ചുവന്ന റെഡ് ഹോട്ട് കോക്കിന് കൂടെ നമ്മൾ നീരാവി വേപ്പർ പാസ് ചെയ്ത് പോയാൽ നമുക്ക് അവിടെ എന്താ കിട്ടുക? വാട്ടർ ഗ്യാസ് ആണ് കിട്ടുക. ഓക്കെ, കോമൺ സാൾട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം വിച്ച് മിനറൽ? കോമൺ സാൾട്ട് കിട്ടുന്നത് ഹാലൈറ്റിൽ നിന്നാണ്. ഹാലൈറ്റിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോമൺ സാൾട്ട് കിട്ടുന്നത്. If steel is heated bright red hot and is then cooled slowly, the process is called, അതായത് നമ്മൾ സ്റ്റീലിനെ ആദ്യം നല്ല ചുവന്ന അത്രയും ബ്രൈറ്റ് റെഡ് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം അതിനെ പതിയെ കൂൾ ചെയ്ത് തണുപ്പിച്ചുകൊണ്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? അനീലിംഗ് എന്നാണ് ആ ഒരു പ്രോസസ്സിന് പറയുന്നത്. The pH of neutral solution at 25 degrees Celsius. ഒരു സൊല്യൂഷൻ, ന്യൂട്രൽ സൊല്യൂഷന്റെ 25 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചാൽ അതിന്റെ pH എന്തായിരിക്കും? 25 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിരിക്കുന്ന ഒരു ന്യൂട്രൽ സൊല്യൂഷന്റെ pH 7 ആയിരിക്കും. ഓക്കെ, ഇനി ബ്രാസ് എന്തിന്റെ അലോയ് ആണ്? കോപ്പറിന്റെയും സിങ്കിന്റെയും അലോയ് ആണ് ബ്രാസ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് when sodium reacts with fluorine, സോഡിയമും ഫ്ലൂറിനും റിയാക്ട് ചെയ്താൽ അവിടെ എന്തായിരിക്കും കിട്ടുന്ന കോമ്പൗണ്ട്? ഇലക്ട്രിസിറ്റിയുടെ ഒരു ഗുഡ് കണ്ടക്ടർ ആയിരിക്കും. ഓക്കെ, the mirror used in automobiles to see the rear field of view. rear field കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. നമ്മൾ വണ്ടികളിൽ ഉപയോഗിക്കുന്ന rear field കാണാനുള്ള മിറർ കോൺവെക്സ് മിറർ ആണ്. How many bits does a byte consist? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ് ആണ് ഒരു ബൈറ്റ്. ഓക്കെ,
ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ സം ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഗീവ് റൈസ് ടു. അതായത് രണ്ട് ചാർജിനെ നമ്മൾ ഒരു ഫൈനൈറ്റ് ഒരു പ്രോപ്പർ ഡിസ്റ്റൻസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ അവിടെ എന്താ ഫോം ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യാം. ഓക്കെ, ഇനി എ കാർബൺ മൈക്രോഫോൺ ഈസ് എ വേരിയബിൾ ഓഫ്. കാർബൺ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡക്റ്റൻസ് ഡിവൈസ് ആണ്. കാർബൺ മൈക്രോഫോൺ ഒരു ഇൻഡക്റ്റൻസ് ഡിവൈസ് ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. പാർട്ട് 1 ആണിത്. ഇനിയും നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് പറഞ്ഞു തന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഏതൊക്കെ പാർട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.